ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റിൽ ഈസി ആയിട്ടൊരു ഫ്രൂട്ട് കേക്കാണ്. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. കുരുവില്ലാത്ത കറുത്ത ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സ് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ വേണമെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഇടാം, ചെറി ഇടാം. ഇതെല്ലാം അവരവരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ 2 ഫ്രൂട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിത് സ്പാച്ചുല കൊണ്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ തന്നെ അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കിയെടുക്കാം. കുക്കറിലാണ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഞാനിവിടെ മുന്തിരിയും ഈന്തപ്പഴവും കൂടിയിട്ട് 1 കപ്പ് എടുത്തിട്ടുണ്ട്. മുന്തിരി തന്നെ വേണമെങ്കിൽ തന്നെ എടുക്കാം, ഈന്തപ്പഴം തന്നെ വേണമെങ്കിൽ എടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ 1.5 കപ്പ് വേണമെങ്കിൽ 1.5 കപ്പ് എടുക്കാം. ഞാനിവിടെ രണ്ടും കൂടിയിട്ട് 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇതെല്ലാം 2 എണ്ണം വീതം പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. 2 കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ച് അത് 1/2 ടീസ്പൂൺ. പിന്നെ 1 പിഞ്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേവിക്കാനായിട്ട് വെള്ളം വേണം. വെള്ളം 120 ml ആണ് എടുത്തിരിക്കുന്നത്. കപ്പളവാണെങ്കിൽ 1/2 കപ്പ്. പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ 25 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടറാണ് ഈ കേക്കിന് എപ്പോഴും നല്ല ടേസ്റ്റ് കൊടുക്കുക. ഓയിലാകുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. അത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ ശർക്കര ചീകിയതായാലും ഈ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പഞ്ചസാര ചേർത്താലും മതി. ബ്രൗൺ ഷുഗർ ചേർക്കുമ്പോൾ കേക്കിന് നല്ലൊരു കളറ് കിട്ടും. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ആ ഒരു കളറ് കിട്ടില്ല. പിന്നെ ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. മൈദ 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. അത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ 1 മുട്ട എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. ജിഞ്ചർ പീല് 1/2 ടീസ്പൂൺ, ഓറഞ്ച് പീല് 1 ടീസ്പൂൺ. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം 120 ml വെള്ളമുണ്ട്. അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ബ്രൗൺ ഷുഗർ ഇടുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെയൊക്കെ കളറ് മാറി നല്ലൊരു കറുത്ത കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓണാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം. ഇത് നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തിളപ്പിക്കാനായിട്ട്. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. തിളയ്ക്കുന്ന സമയം മുതൽ 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. അതും മീഡിയം ഫ്ലെയിമിലിട്ട്. ഫുൾ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം മുഴുവൻ വറ്റിപ്പോകും. പിന്നെ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ കുറച്ച് ഹാർഡായിരിക്കും. ഭയങ്കര തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് റൈസിൻസിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബ്ലാക്ക് കളറായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ 5 മിനിറ്റ് ഇത് തിളപ്പിച്ചതിന് ശേഷമാണ് ഓഫ് ചെയ്തത്. ഇത് നന്നായിട്ട് ചൂടാറണം. നന്നായിട്ട് ചൂടാറി വരുമ്പോഴത്തേക്കും
നമുക്ക് നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടിയിട്ടൊന്ന് അരിച്ചെടുക്കണം. ഞാനൊരു ബൗളിലേക്ക് മൈദ എല്ലാം കൂടി അരിച്ചെടുക്കാം. നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സ്പൈസസ് പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ബേക്കിംഗ് സോഡയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 1-2 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. നമ്മുടെ കേക്ക് അത്രയും സോഫ്റ്റ് ആവും. എഗ്ഗ് ബീറ്റ് ചെയ്യാനൊന്നും നമ്മൾ ബീറ്റർ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ മൈദ 2 പ്രാവശ്യം തന്നെയിലൂടെ അരിച്ചെടുക്കുന്നത്. ഞാനിവിടെ 2 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുന്തിരിയുടെയൊക്കെ മിക്സ് ചൂടാറിയോന്നൊന്ന് നോക്കാം. ചെറിയൊരു ചൂടായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മുന്തിരിയുടെയൊക്കെ ആ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ലൈറ്റായിട്ടുള്ളൊരു ചൂടുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്കൊരു നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് എടുത്തിട്ട് വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതപ്പിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. കണ്ട, ഇത്രയും മതി. അപ്പോൾ നമുക്കിനി ആ മിക്സിലേക്ക് ഞാൻ ഓറഞ്ച് പീലും ജിഞ്ചർ പീലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിലേക്ക് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ഒരു 2 ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്പാച്ചുല കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കേക്ക്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഞാൻ മൈദ മുഴുവൻ നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തു. എല്ലാ ഭാഗത്തേക്കും മൈദ കട്ട പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് അങ്ങനെ ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഈ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്ന് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പറൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നത്. എല്ലാവർക്കും ബട്ടർ പേപ്പറൊന്നും വീട്ടിലുണ്ടായിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക്, ഞാനിവിടെ പൊടിയൊന്നും ഇട്ട് ആക്കിയിട്ടില്ല, വെറുതെ ബട്ടർ മാത്രമാണ് തേച്ച് കൊടുത്തിട്ടുള്ളൂ. നമുക്കിനി അതിലേക്ക് ഇതിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുക്കർ 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്കാണ് നമ്മൾ ഈ ബാറ്റർ വെച്ച് കൊടുക്കുന്നത്. കുക്കറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 45 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. 55 മിനിറ്റ് ഞാൻ സിമ്മിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഈ കേക്ക് ബേക്ക് ആവാനായിട്ട് 55 മിനിറ്റാണ് വേണ്ടത്. കുറച്ചും കൂടി വട്ടത്തിലുള്ള കേക്ക് ടിന്നാണെങ്കിൽ അത്രയും വേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. കണ്ടോ, അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നമുക്ക് ബീറ്ററും ഓവനും ഒന്നുമില്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.